ഈ സങ്കീർത്തനം ദാവീദ് മഹാരാജാവ് തൻ്റെ മരുഭൂമിയിൽ വെച്ച് ശൗലിനാൽ കൊല്ലുമെന്ന് പേടിച്ച് മരുഭൂമിയിൽ കൂടിയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ രചിച്ച ഒരു വാക്യമാണിത്. സ്തോത്രം. നമ്മളെല്ലാവരും, മനുഷ്യരെല്ലാവരും അന്വേഷിക്കുന്നത് എപ്പോഴാണ്? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊപ്പം ഒരു ചിന്തയിലേക്ക് കടന്നു വരികയാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ തരുകയാണ്. സ്തോത്രം. എപ്പോൾ ആണ് നമ്മൾ അന്വേഷിക്കുന്നത്? ഒരു കാര്യമുള്ളപ്പോൾ, ഈ പേന എൻ്റെ പോക്കറ്റിനകത്തിരിക്കുമ്പോൾ എനിക്ക് പേനയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അന്വേഷിക്കുകയുള്ളൂ. സ്തോത്രം. ആവശ്യമില്ലെങ്കിൽ ഞാൻ ഈ പേനയെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. അങ്ങനെയെങ്കിൽ ഇന്നീ പകൽക്കാലം കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മളൊക്കെ എപ്പോഴാണ് അന്വേഷിക്കുന്നത് എന്ന് സ്വയമേ ഒന്ന് ചിന്തിക്കേണ്ടത്, സ്വയമേ ഒന്ന് വിലയിരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യം അത്രേ. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു, ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. പ്രതികൂലത്തിൻ്റെ നടുവിൽ അത്രേ. സ്തോത്രം. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? പ്രതികൂലത്തിൻ്റെ നടുവിൽ അത്രയാണ് ആരെ അന്വേഷിച്ചത്? കർത്താവായ യേശുക്രിസ്തുവിനെ, ദൈവത്തെ അന്വേഷിക്കുന്നത്. പലപ്പോഴും അങ്ങനെയല്ലേ നമ്മളെല്ലാവരും? ഒന്ന് ചിന്തിച്ചു നോക്കണമേ. ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദാവീദ് മഹാരാജാവ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അതികാലത്ത് അന്വേഷിക്കണമെങ്കിൽ. സ്തോത്രം. ചെറിയ ഒരു പ്രശ്നത്തിലല്ല അകപ്പെടുത്തിയിരിക്കുന്നത്, ചെറിയ ഒരു പ്രതികൂലത്തിൻ്റെ നടുവിലല്ല നിൽക്കുന്നത്. സ്തോത്രം. തൻ്റെ ജീവന് തന്നെ വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുന്ന ശൗലും തൻ്റെ പടയാളികളും. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളൊന്ന് ഏറ്റെടുക്കുക. അന്വേഷിക്കണമെങ്കിൽ, സ്തോത്രം, നമുക്ക് പ്രതികൂലങ്ങൾ വരുമ്പോൾ അല്ല അന്വേഷിക്കേണ്ടത് ദൈവത്തിന്. പ്രതിസന്ധികൾ വരുമ്പോൾ അല്ല അന്വേഷിക്കുന്നത്. കടഭാരം വർദ്ധിക്കുമ്പോഴല്ല അന്വേഷിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, അതികാലത്ത് അന്വേഷിക്കണം. പ്രൈസ്. നിന്റെ പ്രതികൂലങ്ങൾ വന്ന് നിന്റെ തലയ്ക്ക് മേൽ ഭാരമായി ഇടുമ്പോഴല്ല കർത്താവായ യേശുക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ്. വചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22:3 എടുത്ത് വായിച്ചാട്ടെ. ആ ആ യെസ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാം എന്ത് ചെയ്യുകയാണ്? അതികാലത്ത് എഴുന്നേറ്റ് തൻ്റെ കഴുതകളെ കോപ്പിട്ട് തയ്യാറാക്കിക്കൊണ്ട് തൻ്റെ മകനെ യാഗം ചെയ്യുവാൻ തക്കവണ്ണം കടന്നു പോകുന്ന ആ സ്ഥലത്തെ അന്വേഷിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ആർക്കത് ചെയ്യുവാൻ സാധിക്കും? എനിക്ക് പറ്റുമോ? എൻ്റെ മകനെ, എൻ്റെ സമ്പത്തിനെ, എൻ്റെ തലമുറയെ ദൈവത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം, ഇവിടെ സുവിശേഷത്തിന് കൊടുക്കുവാൻ പറയുമ്പോൾ ആർക്കും കൊടുക്കാൻ വയ്യ. അവനെ ഡോക്ടറാക്കണം, അവനെ എഞ്ചിനീയർ ആക്കണം, അവനെ പോലീസുകാരനാക്കണം. ആക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാം അപ്പച്ചൻ എന്താണ് ചെയ്തതെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമേ. തൻ്റെ ഏകജാതനായ പുത്രനെ, തൻ്റെ വാഗ്ദത്ത സന്തതിയെ 25 വർഷം, എത്ര വർഷം കാത്തിരുന്ന് കിട്ടിയ സ്തോത്രം മകനെ
സ്തോത്രം, യാഗവസ്തുവായി നീ പകൽക്കാലം എന്നോടും നിങ്ങളോടും കൊടുക്കുവാൻ പറയുന്നുവെങ്കിൽ ധൈര്യത്തോടെ ആർക്കും ഇന്ന് പകൽക്കാലം കൊടുക്കുവാൻ സാധിക്കും. പ്രൈസ് ഹല്ലേലൂയ. എന്നിട്ടും ചങ്കൂറ്റത്തോടെ തൻ്റെ കഴുതകളെ കോപ്പെടുത്ത് കെട്ടി തയ്യാറാക്കി ആ സ്തോത്രം മലയിലേക്ക് നോക്കുകയാണ്. യെസ്, ആമേൻ, പ്രൈസ്. ഒരു ഒരുക്കം ഇന്ന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അന്വേഷിക്കേണ്ട വിധം അന്വേഷിച്ചാൽ മാത്രമേ നാം ദൈവത്തെ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ അന്വേഷിക്കേണ്ട വിധം അന്വേഷിച്ചപ്പോൾ ആരെ കിട്ടി? സ്തോത്രം, ആരെ കിട്ടിയെന്ന് പറയൂ. നിങ്ങളോടൊപ്പം ഇല്ലേ? യെസ്, ആട്ടിൻകുട്ടിയെ കിട്ടി. പ്രൈസ്. ഇന്ന് പകൽക്കാലം അതുപോലെ അന്വേഷിക്കുവാൻ തയ്യാറാകുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ചോദിക്കുകയാണ്, അന്വേഷിക്കുവാൻ തയ്യാറാണോ? ആ മലനിരയിൽ ഒറ്റപ്പെട്ടു പോയ ആട്ടിൻകുട്ടിയെ കൊണ്ട് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായി? ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായി? നീ അന്വേഷിക്കേണ്ട വിധം നീ ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ചാൽ, നീ ഒന്ന് വിനയപ്പെടുത്തി കൊടുത്താൽ, നിന്റെ തീരുമാനങ്ങൾ നീ ദൈവത്തിന് വേണ്ടി ചെയ്താൽ, പ്രൈസ്, നിന്റെ മകനെ നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുമെന്നൊരു തീരുമാനത്തെ, മകനെയോ മകളെയോ കൊടുക്കുമെന്നൊരു തീരുമാനത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം അവൻ്റെ കാര്യം നോക്കിക്കൊള്ളും. പ്രൈസ്. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? അബ്രഹാമിൻ്റെ മകന് വേണ്ടി സ്തോത്രം, കാട്ടിലകപ്പെട്ടു പോയ, മലനിരകളിൽ അകപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിനെ എൻ്റെ ദൈവം കൊടുത്തുവെങ്കിൽ അവനത്രേ നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാട്. സ്തോത്രം. അവനെ അന്വേഷിച്ച് ചെന്നാൽ മാത്രമേ. വൈകുന്നേരം നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടല്ല അന്വേഷിക്കേണ്ടത്. ശ്രദ്ധിക്കണമേ. അതികാലത്ത്, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദാവീദ് അതികാലത്ത് എഴുന്നേറ്റു. ദാനിയേൽ 5 പ്രാവശ്യം, രാവിലെ ഉൾപ്പെടെ 5 പ്രാവശ്യം ദൈവത്തിന്റെ സന്നിധിയിൽ കിളിവാതിലുകൾ തുറന്ന് മുട്ടിന്മേൽ നിന്ന് അവൻ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ്. നീ എവിടെ തകർന്നു പോയി, നീ എവിടെ വീണു പോയി എന്ന് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി ദൈവം വിളിച്ച് പറയുന്നു. അതികാലത്ത് നീ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവോ? ഒന്ന് സ്വയമേ ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെയും ശേഖരിച്ച് വെച്ചിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ, യെസ്, ദൈവം നിനക്ക് കുഞ്ഞാടിനെ ഒരുക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായെന്ന് മനസ്സിലായോ? സ്തോത്രം. കുഞ്ഞാടിനെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കണമെങ്കിൽ അതികാലത്ത് നീ എഴുന്നേൽക്കണം. നിന്റെ കാര്യങ്ങൾ, നീ കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമേ കുഞ്ഞാടിനെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി അവൻ ഒരുക്കുകയുള്ളൂ. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തനെന്ന് എണ്ണി. സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അതിന്റെ 18 19 വായിച്ചാട്ടെ. സ്തോത്രം. 18 ും
ഇവിടെ ഒരു നമ്മൾ പറഞ്ഞല്ലോ, അബ്രഹാമിൽ നിന്നും ഇസഹാക്കിൽ നിന്നും ഒരു തലമുറ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടി ഞാൻ വിളിച്ചു പറയുകയാണ്, തലമുറകളെ ദൈവം വീണ്ടെടുത്തുകൊള്ളും. പക്ഷെ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അതികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനും നിലവിളിക്കുവാനും അത്രേ പറഞ്ഞിരിക്കുന്നത്. അതികഠിനമായ ജോലി ചെയ്യണമെന്നോ അതികഠിനമായി കാര്യങ്ങൾ ചെയ്യണമെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ ആദ്യത്തെ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്ക് കടന്നു പോകുകയാണ്. എപ്പോൾ അന്വേഷിക്കണമെന്നായിരുന്നു നമ്മൾ ആദ്യം ചിന്തിച്ചത്. രണ്ടാമതായി ചിന്തിക്കുന്നത് എവിടെ അന്വേഷിക്കണം. സ്തോത്രം. എപ്പോൾ അന്വേഷിക്കണം എന്നുള്ളത്, അതികാലത്ത് നാം ദൈവത്തെ അന്വേഷിക്കണം. രണ്ടാമത്തെ പോയിന്റ് എവിടെ അന്വേഷിക്കണം. സ്തോത്രം. യശയ്യാപ്രവചന പുസ്തകം 34:16 വായിച്ചാട്ടെ, വേഗത്തിൽ വായിച്ചാട്ടെ. എവിടെ അന്വേഷിക്കണം? ആദ്യം നോക്കിയത് എപ്പോൾ അന്വേഷിക്കണം, രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത് എവിടെ അന്വേഷിക്കണം. യശയ്യാപ്രവചന പുസ്തകം 34:16 യഹോവയുടെ പുസ്തകത്തിൽ ഇവിടെ വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞിരിക്കുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ബൈബിളിനകത്ത് മറുപടി ഉണ്ടെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. മറ്റെങ്ങും നീ പോകണ്ട. നിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? സ്തോത്രം. നീ ഇരുന്ന് വായിക്കുക. നിനക്ക് ഉത്തരങ്ങൾ, നിന്റെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഈ പുസ്തകത്തിനകത്ത് കിടപ്പുണ്ടെന്ന് സ്തോത്രം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വീണ്ടും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അനേകമുണ്ടെങ്കിലും ഞാൻ വീണ്ടും അവിടെ നിന്ന് താഴോട്ട് വരികയാണ്. ഒരു വാക്യം കൂടി വായിക്കാട്ടെ. മർക്കോസ് 16:7 കൂടി ഒന്ന് വായിച്ചിട്ട് ആ പോർഷനിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് കടന്നു പോകുകയാണ്. മർക്കോസ് 16:7 എവിടെ അന്വേഷിക്കണം? ബൈബിളിൽ അന്വേഷിക്കണം. നിങ്ങൾ പോയി ഇവിടെ പറഞ്ഞിരിക്കുന്നു, ശിഷ്യന്മാരോടൊപ്പം അന്വേഷിക്കണം. നമുക്ക് പഴയ കാലങ്ങളിലെ ശിഷ്യന്മാരെ നമുക്ക് അന്വേഷിക്കുവാൻ കിട്ടുകയില്ല. പക്ഷേ ഇപ്പോൾ നമ്മളായിരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ശുശ്രൂഷകന്മാരുണ്ട്. നമുക്കെന്തെങ്കിലും ഡൗട്ട് വന്നാൽ ബൈബിളിൽ അന്വേഷിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ, മറുപടികൾ ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ മൂപ്പന്മാരോടുമായി നമ്മൾ അന്വേഷിക്കണം. സ്തോത്രം. അവിടെ വായിച്ചു കേട്ടത് സ്തോത്രം അന്വേഷണത്തിനെ കുറിച്ചാണ്. എൻ്റെ മുകളിലോട്ടുള്ള താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റ് എങ്ങനെ അന്വേഷിക്കണം. സ്തോത്രം. ആദ്യം പഠിച്ചു എപ്പോൾ അന്വേഷിക്കണം, രണ്ടാമത് പഠിച്ചു എവിടെ അന്വേഷിക്കണം, മൂന്നാമത് പഠിക്കുന്നു എങ്ങനെ അന്വേഷിക്കണം. സദൃശ്യവാക്യങ്ങൾ 8:17 വായിച്ചാട്ടെ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. ജാഗ്രതയോടെ ഇന്ന് പകൽക്കാലം ആർക്ക് അന്വേഷിക്കുവാൻ കഴിയുന്നുണ്ടോ അവർക്ക് കണ്ടെത്തുമെന്ന് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ബുദ്ധിയിൽ പറഞ്ഞതല്ല, തിരുവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം അത്രേ. ജാഗ്രതയോടെ ഇന്ന് നിനക്ക് അന്വേഷിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ജാഗ്രതയോടെ നിന്റെ ജീവിതം യേശുവിൽ അർപ്പിക്കുന്നുവെങ്കിൽ, നിന്റെ പ്രശ്നങ്ങൾക്ക്, നിന്റെ നീറുന്ന ഹല്ലേലൂയ, നിന്റെ നീറുന്ന നാറ്റം വെച്ച് പോയി യേശുവേ എന്ന് അവിടെ പറഞ്ഞു. സ്തോത്രം. നാറ്റം വെച്ച് പോയി എൻ്റെ യേശുവേ. നമ്മോട് കുറ്റം പറയുന്നവർ അനേകം പേരുണ്ട്. ഒരു 3 ദിവസത്തിന് മുമ്പ് നീ വന്നിരുന്നുവെങ്കിൽ രക്ഷ പ്രാപിച്ചേന്.
പക്ഷെ വചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ജാഗ്രതയോടെ അന്വേഷിക്കുന്നുവെങ്കിൽ നിന്റെ കെട്ടുകളെ, ലാസറിന്റെ കെട്ടുകളെ, മനുഷ്യൻ കെട്ടിയ കെട്ടത്രേ, ആ കെട്ട് നീ തന്നെ ഇന്ന് അഴിക്കണം. കാലിന്റെയും കൈയുടെയും കെട്ടുകളെ അഴിച്ചപ്പോൾ, സ്തോത്രം, മനുഷ്യർ കെട്ടിയ കെട്ട് മനുഷ്യർ തന്നെ അഴിച്ചു മാറ്റിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ലാസറേ പുറത്തു വരൂ എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ അവിടെ ആര് പുറത്തു വന്നു? ലാസർ പുറത്തു വന്നു. ജാഗ്രതയോടെയോ കൂടെ അന്വേഷിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി ഞാൻ വിളിച്ചു പറയുന്നു, നീ അന്വേഷിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ലഭിക്കും. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? അന്വേഷിക്കുന്നതിന് ജാഗ്രത നിന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. ഒരു ദിവസം അന്വേഷിച്ചു കിട്ടിയില്ല, 2 ദിവസം അന്വേഷിച്ചു കിട്ടിയില്ല, 3 ദിവസം അന്വേഷിച്ചു കിട്ടിയില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ളതല്ല സുവിശേഷം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിത ശുശ്രൂഷ വേളകൾ വെളിപ്പെടുവാൻ തക്കവണ്ണം 30 വർഷം എടുത്തു. 30 വർഷത്തിന്റെ കാത്തിരിപ്പ് നിന്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. 38 വർഷം ബെഥെസ്ദ എന്ന കണക്കിടവിൽ, സ്തോത്രം, രോഗബാധിതനായി കിടന്ന വ്യക്തി എത്ര വർഷം കാത്തിരുന്നു? 1 വർഷം കലക്കുമ്പോൾ ചാടാം, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഇടും. നടന്നില്ല. 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി 38 വർഷം അവൻ കാത്തിരിക്കേണ്ടി വന്നു. ഇന്ന് പകൽക്കാലം അത്രയൊന്നും കാത്തിരിപ്പെന്ന് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വന്നിട്ടില്ലല്ലോ. ഒന്ന് സ്വയമേ ഒന്ന് ചിന്തിക്കണമേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ, ജാഗ്രതയോടുകൂടി അന്വേഷിച്ചാൽ മാത്രമേ ആരെ ലഭിക്കുകയുള്ളൂ? നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയുള്ളൂ. എന്ത് അന്വേഷിക്കണം? സ്തോത്രം. എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? ഹല്ലേലൂയ. എപ്പോൾ അന്വേഷിക്കണം? എവിടെ അന്വേഷിക്കണം? എങ്ങനെ അന്വേഷിക്കണം? 4ാമത്തെ പോയിന്റ്. സ്തോത്രം. എന്തന്വേഷിക്കണം? സങ്കീർത്തനങ്ങൾ 34:14 വായിച്ചാട്ടെ, വേഗത്തിൽ വായിച്ചാട്ടെ. ദോഷം വിട്ടകലണം, ഗുണം ചെയ്യണം, അതിന് അന്വേഷിക്കണം. വായിച്ചാട്ടെ. അല്ല, അത് തന്നെ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുക. ഇന്ന് പകൽക്കാലം തകർന്നു കിടക്കുന്ന കുടുംബ ജീവിതങ്ങളിൽ തകർന്നു കിടക്കുന്ന ഒരു മേഖല എത്ര? സമാധാനം കുറവ്. അത് കുടുംബ ജീവിതങ്ങളിലായിക്കോട്ടെ, നമ്മുടെ ഔദ്യോഗികമായ ജീവിതങ്ങളിലായിക്കോട്ടെ, കൂട്ടുകാരുടെ മധ്യയായിരിക്കട്ടെ, കൂട്ടുകാരികളുടെ മധ്യയായിരിക്കട്ടെ, ബന്ധുക്കളുടെ മധ്യയായിരിക്കട്ടെ, സ്തോത്രം, തകർന്നു കിടക്കുന്ന ഒരു മേഖലയാണ്. അയൽക്കാർ തമ്മിലായിക്കോട്ടെ, സഹോദരങ്ങൾ തമ്മിലായിക്കോട്ടെ, അപ്പന്മാരായിക്കോട്ടെ, അമ്മയും മക്കളും തമ്മിലായിക്കോട്ടെ, പിതാവും മകനും തമ്മിലാകട്ടെ, എന്തില്ല? സമാധാനം അന്വേഷിക്കുന്നില്ല. സ്തോത്രം. പക്ഷേ കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, സമാധാനം അന്വേഷിക്കണം. സ്തോത്രം. അതിനെ പിന്തുടരണം. ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ കഴിയും സമാധാനം അന്വേഷിക്കുവാൻ തക്കവണ്ണം, അതിനെ പിന്തുടരുവാൻ തക്കവണ്ണം? ഹല്ലേലൂയ. പ്രൈസ്. ദൈവരാജ്യത്തെ അന്വേഷിക്കണം. മത്തായി 6:33 വായിക്കണ്ട. സ്തോത്രം. ദൈവരാജ്യത്തെ അന്വേഷിക്കണം. സമാധാനം അന്വേഷിച്ചാൽ മാത്രമേ ദൈവരാജ്യം നമുക്ക് അന്വേഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സമാധാനം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തെ പറ്റി ചിന്തിക്കുവാൻ പോലും പറ്റുകയുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണമേ. സമാധാനം എന്നൊരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാൽ മാത്രമേ അടുത്ത ഒരു സ്റ്റെപ്പ്
നമ്മുടെ ജീവിതത്തിനകത്ത് വയ്ക്കുവാൻ പറ്റുകയുള്ളൂ. നിത്യതയിലേക്ക് പ്രവേശിക്കണം. ഹല്ലേലൂയ. ആർക്ക് കഴിയും സമാധാനം അന്വേഷിച്ച് അടുത്ത സ്റ്റെപ്പ് നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മൾ അന്വേഷിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ, അവസാനത്തെ പോയിന്റ് ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ്. അന്വേഷിച്ചാലുള്ള ഫലങ്ങൾ. ഇത്രയും സമയം നമ്മൾ നോക്കിയത് എങ്ങനെ, എപ്പോൾ അന്വേഷിക്കണം, എവിടെ അന്വേഷിക്കണം, എങ്ങനെ അന്വേഷിക്കണം, എന്തിനെ അന്വേഷിക്കണം. അവസാനത്തെ പോയിന്റ് ഞാനിവിടെ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. അന്വേഷിച്ചാലുള്ള ഫലങ്ങൾ. സ്തോത്രം. ലൂക്കോസ് 11:9 വായിച്ചാട്ടെ. സ്തോത്രം. യെസ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ യാചിക്കുന്നതിനും അന്വേഷിക്കുന്നതിനും ഒക്കെ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നിത്യമായ സ്വർഗം കിട്ടും. സ്തോത്രം. നിത്യമായ ന്യായവിധിയിൽ നമ്മൾ അകപ്പെടാതെ നമുക്ക് ദൈവമായ യഹോവ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്ന് കാണുവാൻ തക്കവണ്ണം ഇടയാകും. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഈ ക്രിസ്തീയ മാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ സ്തോത്രം, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കേണ്ട കാര്യം എന്താണ്? സ്തോത്രം. കാറ് വാങ്ങിക്കണമെന്നോ, 2 നില വീട് വെക്കണമെന്നോ, UK-ക്കോ ലണ്ടനിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ പോകണമെന്നോ അല്ല. സ്തോത്രം. ഇവിടെയൊക്കെ മാത്രമേ മനുഷ്യന് പോകാൻ കഴിയത്തുള്ളൂ കേട്ടോ. സ്തോത്രം. പക്ഷേ കണ്ണിനിമയ്ക്കുള്ളിൽ പാസ്പോർട്ടില്ലാതെ പോകാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണ്. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? പാസ്പോർട്ട് വേണ്ട, PCC വേണ്ട, പോലീസ് വെരിഫിക്കേഷൻ വേണ്ട, ജാതി സർട്ടിഫിക്കറ്റ് വേണ്ട, മത സർട്ടിഫിക്കറ്റ് വേണ്ട, ക്വാളിഫിക്കേഷൻ വേണ്ട, IELTS വേണ്ട. സ്തോത്രം. നിനക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ല. നിനക്ക് ദൈവം തന്ന അന്യഭാഷ മാത്രം മതി. ദൈവം തന്ന അനുഗ്രഹം മാത്രം മതി. ദൈവം തന്ന സ്തോത്രം, ഹല്ലേലൂയ, ആ തേജസ് മാത്രം മതി. സ്തോത്രം. ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? നീ പക്ഷേ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ മാത്രമേ അന്വേഷണത്തിന്റെ ഫലം ആയ നിത്യമായ പർദീസ, നിത്യമായ സ്വർഗം, നിത്യമായ സ്വർഗരാജ്യത്തിൽ എനിക്കും നിങ്ങൾക്കും അവനോടൊപ്പം പോയി ആരാധിക്കുവാനും സ്തുതിക്കുവാനും സാധിക്കുകയുള്ളൂ. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? വിശ്വാസമുള്ളവർ എല്ലാവരും ചേർന്നൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം. അന്വേഷിച്ചപ്പോൾ സ്തോത്രം നമുക്കെന്ത് ലഭിച്ചു? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ്. അന്വേഷിച്ചപ്പോൾ നമുക്ക് നിത്യമായ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്നു കിടക്കുന്നത് കാണുകയാണ്. ആ കിളിവാതിലിൽ കൂടെ സ്തോത്രം ദൂതന്മാർ രാപ്പകൽ ഹല്ലേലൂയ പാടി സ്തുതിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ മഹത്വം. ഹല്ലേലൂയ. യെസ്. അവനെ സ്തുതിക്കുന്നു. കെരൂബുകൾ അവനെ സ്തുതിക്കുന്നു. ദൂതന്മാർ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ മനുഷ്യൻ, ദൈവത്തിന്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനെ സ്തുതിക്കുന്നുവോ? ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓ ഹല്ലേലൂയ. അന്വേഷിച്ചാൽ നീ കണ്ടെത്തും, മുട്ടുവിനെ നാൾ തുറക്കപ്പെടും എന്ന് തിരുവചനം പറയുമ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക, മുട്ടിക്കൊണ്ടിരിക്കുക. വചനം വളരെ വ്യക്തമായി വിളിച്ച് പറയുകയാണ്. യെസ്. എങ്കിൽ നീ
ഇത്ര നാൾ അന്വേഷിച്ചതിൻ്റെ പ്രതിഫലം നീ കാണും, അത് നിശ്ചയം. ഈ തിരുവചന ഭാഗങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.